ഹിഫ്ലിലൂടെയാണ് ഖുർആനിൻ്റെ സംരക്ഷണം. എഴുത്ത് മുസ്ഹഫിൻ്റെ കോപ്പികൾ അതിന് സപ്പോർട്ടിംഗ് ആണ്. മുസ്ലിം ഉമ്മത്തിന് ഖിറാഅത്തുകളിലും മറ്റും യോജിപ്പിക്കാനാണ് മുസ്ഹഫുകൾ നമ്മൾ സഹായിച്ചിട്ടുള്ളത്. ഇന്ന് മുഴുവൻ മുസ്ഹഫുകളും ലോകത്ത് കരിച്ചു കളയാൻ എല്ലാ ഗവൺമെൻറ്റുകളും കൂടെ തീരുമാനിച്ചാലും മുസ്ലിം ഉമ്മത്തിന് ഖുർആൻ നഷ്ടപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഒരുപാട് ഹൃദയങ്ങളിൽ ഖുർആൻ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇസ്ലാമിൻ്റെ പ്രമാണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, ഹദീസുകൾ. ഈ ഹദീസുകളുടെ സംരക്ഷണം വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. എലാസ്റ്റിസിറ്റി വേണ്ട സ്ഥലങ്ങളിൽ ഇത് എലാസ്റ്റിക്കാണ്. ഉറച്ച രൂപം സ്വീകരിക്കേണ്ട സ്ഥലങ്ങളിൽ ഇതിൽ ഉറപ്പുണ്ട്. സാധാരണ ഒരു നിയമത്തിൻ്റെ സ്വഭാവത്തെ പറ്റി പറയുമ്പം അത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് പറയും. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതിന് മൗലികമായ മാറ്റമില്ലാത്ത ചില വശങ്ങൾ ഉണ്ടാകണം. അതുപോലെ അതിന് കുറച്ച് വിവരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ള വശങ്ങൾ ഉണ്ടാകണം. അതിന് മനുഷ്യൻ്റെ പഠനത്തിനും ഗവേഷണത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന വശങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം ചേരുമ്പോഴാണ് സാഹചര്യങ്ങൾ മാറുമ്പോഴും അതുപോലെ എല്ലാ കാലത്തേക്കും മുഴുവൻ ലോകത്തേക്കും ഒരു നിയമം സ്റ്റാൻഡേർഡായിട്ട് സ്ഥാപിക്കാൻ സാധിക്കാം. ഖുർആൻ ഇതിന് പറയുന്നൊരു വാക്ക് ബിൽ മഅറൂഫ് എന്നാണ്. ന്യായമായ നിലയിൽ. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു ന്യായമായ നിലയിൽ. അപ്പം ന്യായമായ നിലയിൽ എന്നുള്ളത് അതാത് കാലത്ത് അതാത് നാട്ടിൽ തീരുമാനിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഖുർആൻ വെച്ചു. ഇന്ന് ഇത്ര സംഖ്യയാണ് മഹർ എന്ന് സൗദിയിൽ പറഞ്ഞാൽ അതൊരു പക്ഷേ തമിഴ്നാട്ടുകാർക്ക് ചെറിയ സംഖ്യയായിട്ട് തോന്നും. ഒരു കാലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആഡംബരമായി കണക്കാക്കിയിരുന്ന പല സംഗതികളും ഇന്ന് അടിസ്ഥാന ആവശ്യമായി മാറിയിട്ടുണ്ടാകും. അപ്പം സർവ്വലൗകികത വരണമെങ്കിൽ, സർവ്വകാലത്തേക്കും സ്വീകാര്യമാകണമെങ്കിൽ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഈ രീതിയിൽ ഹദീസുകൾ പ്രത്യേകമായ ശാസ്ത്രീയ രീതിയിലാണ് ഹദീസുകൾ നമ്മൾ സംരക്ഷിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഓർമ്മയാണ് അതിൻ്റെ അടിസ്ഥാനം. ഹിഫ്ലിലൂടെയാണ് ഖുർആനിൻ്റെ സംരക്ഷണം. എഴുത്ത് മുസ്ഹഫിൻ്റെ കോപ്പികൾ അതിന് സപ്പോർട്ടിംഗ് ആണ്. മുസ്ലിം ഉമ്മത്തിന് ഖിറാഅത്തുകളിലും മറ്റും യോജിപ്പിക്കാനാണ് മുസ്ഹഫുകൾ നമ്മൾ സഹായിച്ചിട്ടുള്ളത്. ഇന്ന് മുഴുവൻ മുസ്ഹഫുകളും ലോകത്ത് കരിച്ചു കളയാൻ എല്ലാ ഗവൺമെൻറ്റുകളും കൂടെ തീരുമാനിച്ചാലും മുസ്ലിം ഉമ്മത്തിന് ഖുർആൻ നഷ്ടപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഒരുപാട് ഹൃദയങ്ങളിൽ ഖുർആൻ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഹിഫ്ലിലൂടെയാണ് ഖുർആനിൻ്റെ സംരക്ഷണം. എഴുത്ത് മുസ്ഹഫിൻ്റെ കോപ്പികൾ അതിന് സപ്പോർട്ടിംഗ് ആണ്. മുസ്ലിം ഉമ്മത്തിന് ഖിറാഅത്തുകളിലും മറ്റും യോജിപ്പിക്കാനാണ് മുസ്ഹഫുകൾ നമ്മൾ സഹായിച്ചിട്ടുള്ളത്. ഇന്ന് മുഴുവൻ മുസ്ഹഫുകളും ലോകത്ത് കരിച്ചു കളയാൻ എല്ലാ ഗവൺമെൻറ്റുകളും കൂടെ തീരുമാനിച്ചാലും മുസ്ലിം ഉമ്മത്തിന് ഖുർആൻ നഷ്ടപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഒരുപാട് ഹൃദയങ്ങളിൽ ഖുർആൻ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ ഹദീസുകളെ സംരക്ഷിച്ചിട്ടുള്ളത് സനദിലൂടെയാണ്. ഖുർആൻ മനനം ചെയ്യുന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രത്യേകതയായതുപോലെ മറ്റൊരു വേദഗ്രന്ഥം ബൈബിൾ മനഃപ്പാഠമാക്കിയവരുടെ മത്സരം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രാമായണോ മഹാഭാരതമോ വേറെ ഏതെങ്കിലും സ്ക്രിപ്ചർ മനഃപ്പാഠമാക്കിയവരുടെ മത്സരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖുർആൻ പാരായണ മത്സരങ്ങൾ സംസ്ഥാനമൊട്ടുക്കും നടക്കാൻ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ സ്വർണ്ണ പവനൊക്കെ സമ്മാനമായി കൊടുക്കുന്ന ഖുർആൻ മനന മത്സരങ്ങൾ കാണാതെ ഓതുകയാണ് കുഞ്ഞുമക്കൾ. പ്രായപരിധിയുണ്ട്. 15 വയസ്സിന് താഴെയുള്ളവർക്കേ പങ്കെടുക്കാവൂ, 25 വയസ്സിന് താഴെയുള്ളവരെ പങ്കെടുക്കാവൂ എന്ന നിയമം വെച്ചുകൊണ്ട് മത്സരം നടത്താൻ ഏത് വിശ്വാസി സമൂഹത്തിനാണ് പറ്റുക? മുസ്ലിമീങ്ങൾക്കല്ലാതെ. ഇതേ രീതിയിൽ ഹദീസിലും നമുക്ക് പ്രത്യേകമായൊരു സംവിധാനമുണ്ട്. അതാണ് ഇസ്നാദ്, സനദുകൾ. സനദ് ദീനാണ്. സനദ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ തോന്നുന്നവർ തോന്നുന്നത് പറയുമായിരുന്നു. തോന്നുന്നവർ തോന്നുന്നത് പറയാതെ ആചാരബന്ധിതമായ ഒരു സമൂഹമായി മാറാതെ പ്രമാണബന്ധിതമായ ഒരു സമൂഹമായി മുസ്ലിമീങ്ങൾ മാറിയത് ഇസ്നാദിലൂടെയാണ്, സനദിലൂടെ, ചെയിനിലൂടെയാണ്. ഈ ചെയിനിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഒരു ചെയിനല്ല, മറിച്ച് നെറ്റ്വർക്ക് ഓഫ് ചെയിൻസ് ആണ്. സനദുകളുടെ ഒരു ശൃംഖലയാണ്. 4 ഭാഗത്തേക്കും ക്രോസായിട്ട് ഈ സനദുകൾ പോവാണ്. ഇതിൽ ആര് കൈകടത്തിയാലും മുസ്ലിം സമൂഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. ഒരാൾ പുതിയൊരു സനദിലൂടെ ഇന്നൊരു ഹദീസ് ഉണ്ടാക്കിയാൽ 2-3 മിനിറ്റ് കൊണ്ട് മുസ്ലിമീങ്ങൾ പറയും ഇത് കള്ള സനദാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? ഒരു ചെയിൻ പോലും പുതിയത് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ നെറ്റ്വർക്ക് ഓഫ് ചെയിൻസ് ആണ്. സനദുകളുടെ, നിവേദന പരമ്പരകളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ട്. സാധാരണ ഒരു മൊബൈൽ കമ്പനി പറയാണ് വാറണ്ടി ഉണ്ട് 2 വർഷം അല്ലെങ്കിൽ 1 വർഷം വാറണ്ടി ഉണ്ട്. മഴയത്ത് പോയി അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ ഫോണുമായിട്ട് നിങ്ങൾ വെയിലത്തൊക്കെ ഉണക്കി വെച്ചിട്ട് പറയാണ്
ഇത് വാറണ്ടി ഉണ്ട്, നന്നാക്കി തരണം. അപ്പോൾ ഒരു വെള്ളം നനഞ്ഞിട്ടുണ്ടെന്ന് വെച്ച്, ഇപ്പോൾ കളവ് പറയുന്ന ഒരാളാണെങ്കിൽ പറയണേ ഇല്ല നനഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അയാളൊരു ഇല്ല നനഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഉണക്കിയിട്ടാണ് കൊണ്ടുപോയത്. കാരണം അവരതിനുള്ളിൽ ഒരു പ്രത്യേക തരം കടലാസ് വെച്ചിട്ടുണ്ട്, അത് വെള്ളം തട്ടിയാൽ പിങ്ക് കളറായി മാറും. അപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ വെള്ളം തട്ടിയിട്ടുണ്ട്. അവർ ചോദിച്ചു നിങ്ങളിത് എവിടെയെങ്കിലും റിപ്പയർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ വേറെ ലോക്കൽ ഷോപ്പിൽ കൊടുത്ത് റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ലെന്ന് കള പറഞ്ഞവരവർ ഇല്ല, ഇത് തുറന്നിട്ടുണ്ടല്ലോ. കാരണം അവർ ഒട്ടിച്ചൊരു പ്രത്യേകതരം പശയുണ്ട്, അത് പോയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി വേറെ പശ വന്നു, നിങ്ങൾ തുറന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത്ര കൃത്യമായിട്ട് മൊബൈൽ കമ്പനികൾ സൂക്ഷിക്കുന്നത് പോലെ ഈ സനദിൽ ആരെങ്കിലും വന്ന് കൈയിട്ടാൽ ഹദീസ് ഇതാരോ കൈയിട്ടിട്ടുണ്ടല്ലോ, ഇതിലാരോ എന്തോ ചേർത്തിട്ടുണ്ടല്ലോ, ഒരാളെ കുറച്ചിട്ടുണ്ടല്ലോ. ആ രീതിയിൽ നെറ്റ്വർക്ക് ഓഫ് ചെയിൻസിലൂടെയാണ് ഹദീസുകളെ സംരക്ഷിക്കുന്നത്. കാരണം ഉമർദാൻ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഉമർദാൻ്റെ മക്കൾ ആരാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാരാണ്, അവരെന്തൊക്കെ നിവേദനം ചെയ്തു, അത് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാച്ചാവാത്ത എന്തെങ്കിലും ഏതെങ്കിലും ഭാഗത്തൂടെ കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പിങ്ക് കടലാസ് ഉള്ളതുപോലെ പ്രത്യേക പശ ഉള്ളതുപോലെ മനസ്സിലാകും ഇതിൽ കൈ കടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മുസ്ലിമീങ്ങൾക്ക് വേഗം മനസ്സിലാകും. രണ്ടാമത്തെ സംഗതി ഇതിൻ്റെ എലാസ്റ്റികതയാണ്. എലാസ്റ്റികത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ നിയമങ്ങൾക്കും ഒരുപോലെ എല്ലാ ഹദീസുകൾ എടുക്കുന്നത്. വിശ്വാസപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനം സ്ഥാപിക്കാൻ അത് വിശ്വസിച്ചില്ലെങ്കിൽ ഒരാൾ 72 കക്ഷിയിൽ പെട്ടുപോകും, അല്ലെങ്കിൽ നരകവാസ ആയിപ്പോകും എന്ന് പറയാൻ നമ്മൾ വെച്ചിട്ടുള്ളത് മുതവാത്തിറാണ്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ കളവിൽ ഏകോപിക്കാൻ സാധ്യതയില്ലാത്ത വിധം സംഘമായി നിവേദനം ചെയ്തു വന്നത്. അത് ഇറാഖിലുള്ളവരും നിവേദനം ചെയ്തിട്ടുണ്ട്, മദീനക്കാരും നിവേദനം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ പോലെ ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന രീതിയിൽ നിവേദനം ചെയ്തു വന്ന കാര്യങ്ങൾ, ഇതിനെ നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളായിട്ട് സ്ഥാപിക്കും. ഇതിന് വ്യാഖ്യാനത്തിന് പഴുതില്ല, നിഷേധത്തിന് പഴുതില്ല. ഇതിനെ വ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ ചെയ്താൽ മാത്രമേ നമ്മൾ ഇവർ പിഴച്ചുപോയി നരകാവകാശിയായി എന്ന് പറയുള്ളൂ. അതിൻ്റെ താഴെ സഹീഹുണ്ട്. സഹീഹ് എന്ന് പറഞ്ഞാൽ 5ഓളം നിബന്ധനകൾ പൂർത്തിയായി വന്ന ഹദീസുകൾ. വിധിവിലക്കുകൾക്ക് നിയമങ്ങൾ പറയാനും വിശ്വാസപരമായ ശാഖാപരമായ കാര്യങ്ങൾ പറയാനും നമ്മൾ ഇതാണ് സ്വീകരിക്കുക. ഏതെങ്കിലും വ്യക്തി ഇതിനെ നിഷേധിച്ചു എന്ന് കരുതുക, സഹീഹായ ഒരു ഹദീസിനെ ഒരാൾ നിഷേധിച്ചു എന്ന് കരുതുക. എലാസ്റ്റിസിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് ഇയാൾ ഇന്ന് ആവേശക്കാരങ്ങനെ പ്രസംഗിക്കാറുണ്ട്, അവർക്ക് അതിൻ്റെ തിക്തഫലം അറിയാത്തതുകൊണ്ട് പറയും ഇയാൾ ഹദീസ് നിഷേധിയാണ്, അയാൾ നരകത്തിലാണ്. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ അവരോട് പറയും നിങ്ങൾ ഹദീസ് നിഷേധിയാണ്, നിങ്ങളുടെ ഇന്ന് ഹദീസിനെ നിഷേധിച്ചിട്ടുണ്ട്. അപ്പം ഇസ്ലാമിക അടിസ്ഥാന നിയമപ്രകാരം ഈ വ്യക്തി ഏത് മാനദണ്ഡ പ്രകാരമാണ് ഇത് നിഷേധിച്ചതെന്ന് നോക്കും. അപ്പം അദ്ദേഹത്തിന് അതിലുള്ള ഒരാളെ വിശ്വാസമില്ല, ന്യായമായ കാര്യമാണല്ലോ. അതിലൊരു റാവി വന്നു, അബൂ ജാഫർ റാസി ഉദാഹരണത്തിന്. ലോകത്തെല്ലാവരും പറയും അദ്ദേഹം സ്വീകാര്യനെന്ന് പറഞ്ഞു, എല്ലാവരും ആ ഹദീസ് സ്വീകരിച്ചു എന്ന് കരുതാം. ഒരു ഉദാഹരണം ഞാൻ പറയാണ്. ഈ വ്യക്തിക്ക് തോന്നാണ് അബൂ ജാഫർ റാസി സ്വീകാര്യനല്ല, അദ്ദേഹത്തിന് ഇത്രേ പ്രശ്നമുള്ളൂ. അതിൻ്റെ പേരിൽ അദ്ദേഹം അത് ഒഴിവാക്കിയാൽ നമ്മൾ അദ്ദേഹത്തെ പിടിച്ച് മുബത്തദിയാക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ മാനദണ്ഡം ഒരു സനദായതുകൊണ്ട് അംഗീകരിക്കൂലെന്നോ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് ചേരുന്നില്ലെന്നോ ഒന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം അബൂ ജാഫർ റാസി എന്ന വ്യക്തിയുമായിട്ടാണ്. അദ്ദേഹം നമ്മളെ പ്രവാചകനൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ആ മാനദണ്ഡമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്നതുകൊണ്ട് നിങ്ങളുടെ ധാരണ തെറ്റാണ് കേട്ടോ, അബൂ ജാഫർ റാസി സ്വീകാര്യനാണ് കേട്ടോ എന്ന് ശരിതെറ്റ് പറയാ എന്നല്ലാതെ ഈ വ്യക്തിയെ സാധാരണ പ്രഭാഷകർ വലിയ ഡേഞ്ചറാണ് എല്ലാ വിഷയങ്ങളിലും. അവരാണ് ഈ ആവേശവും ഈ അതിതീവ്ര നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവർ പ്രസംഗത്തിൽ പറയും എന്ന വ്യക്തി ഇന്ന് ഹദീസ് നിഷേധിച്ചു, അദ്ദേഹം ഹദീസ് നിഷേധിയാണ്, അദ്ദേഹം നരകത്തിലാണ്. ഇങ്ങനെ പറയുന്ന രീതി ഇസ്ലാമിക നിയമങ്ങൾക്കല്ല, മറിച്ച് എപ്പോഴാണ് ഒരാൾ ഹദീസ് നിഷേധിയാവുക? ഈ വ്യക്തി പറയുകയാണെന്ന് കരുതി ഇദ്ദേഹം പറയണം ഇതിന് ഒരു സനദേ ഉള്ളൂ, ഒരു സനദ് ഉണ്ടായാൽ പോരാ, ഒരു 3-4 സനദ് ഉണ്ടാകണം, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മാനദണ്ഡം. നമ്മൾ പറയും ഇത് തെറ്റായ മാനദണ്ഡമാണ്, നിങ്ങൾ മുഅ്തസിലികളുടെ മാർഗത്തിലാണ്, നിങ്ങൾ ഹദീസ് നിഷേധിയാണ്. അല്ല, ഇദ്ദേഹത്തിൻ്റെ മാനദണ്ഡം ഈ പറഞ്ഞ ഒറ്റ വ്യക്തിയെ പറ്റിയാണെങ്കിൽ ആ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താന്നല്ലാതെ ഇദ്ദേഹത്തെ നമ്മൾ ഹദീസ് നിഷേധിയായിട്ടോ നരകവാസിയായിട്ടോ പ്രഖ്യാപിക്കുന്നില്ല. അങ്ങനെ എലാസ്റ്റിസിറ്റി ഉള്ള കൃത്യമായിട്ട് ഫ്ലെക്സിബിളായിട്ടുള്ള നിയമം, എപ്പോൾ ഒരാൾ പിഴച്ച ആളാകും, എപ്പോൾ ആ അഭിപ്രായം തെറ്റായി മാറും, എപ്പോൾ രണ്ടഭിപ്രായത്തിന് പ്രസക്തി ഉണ്ടാകും എന്ന രീതിയിൽ ഹദീസിൻ്റെ നിയമങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. ഇതിൽ വേറൊരു സംഗതി, നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് നമ്മളുടെ സഹീഹായ ഹദീസുകളെ സംരക്ഷിക്കുന്നത്. അതാണ് ലഈഫായ ഹദീസ് എന്ന് പറയുന്ന ഒരു വലിയ ലോകം. ലഈഫായ ഹദീസ് എന്ന് പറയുന്ന ഒരു വലിയ കടൽ നടുവിലുള്ളത് കൊണ്ട് ഒരു കള്ള ഹദീസും ചാടി സഹീഹിലേക്ക് വരൂല. ഇതിൻ്റെ ഇടയിൽ ഇതിന് ലഈഫ് എന്ന് പറയുന്ന വലിയൊരു കടൽ നീന്തിക്കിടക്കാനുണ്ട്. നമ്മളുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ
ആരോഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ സഹീഹായ ഹദീസ്, മരിച്ചവർ എന്ന് പറഞ്ഞാൽ കള്ള ഹദീസ്. ആരോഗ്യവാന്മാരുടെയും മരിച്ചവരുടെ ഇടയിൽ വലിയൊരു സമൂഹം നിലനിൽക്കുന്നു, രോഗികൾ. മനസ്സിലായില്ല? ഈ രോഗികൾ എന്ന് പറയുന്നതിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ജലദോഷമുള്ളവരുണ്ട്, ഉൾപ്പനിയുള്ളവരുണ്ട്, നല്ല പനിയുള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, കോമാ സ്റ്റേജിലുള്ളവരുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ലൈഫായ ഹദീസുകളിൽ സ്വയം പരിഹൃതമാകുന്ന ലോഫുകളുണ്ട്. ഒരു സപ്പോർട്ടിംഗ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ ആരോഗ്യവാനാകുന്ന ലൈഫായ ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നൊന്നും കണക്കാക്കാൻ പറ്റാത്ത കോമാ സ്റ്റേജിലുള്ളത് പോലത്തെ ഇതുമുണ്ട്. അതായത് അതിനെ ഹദീസായിട്ട് കണക്കാക്കാൻ തന്നെ പ്രയാസമാണ്. അതിനുശേഷമാണ് കള്ള ഹദീസ് എന്ന് പറയുമ്പം ഒരു കള്ള ഹദീസിനെ നേരെ എടുത്തുകൊണ്ട് വന്ന് ഈ പറയുന്ന വലിയ ഒരു സമുദ്രത്തെ മറികടന്ന് സഹീഹിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ പല വസ്തുക്കളും, ചില സാധനങ്ങൾക്ക് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നുമില്ല, പക്ഷെ അത് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഈ ലൈഫ് നടുവിലുള്ളത് കൊണ്ട് ഒരു കള്ള ഹദീസിനും കയറി ഇങ്ങോട്ട് വന്ന് സഹീഹിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ എലാസ്റ്റിസിറ്റി അറിയാതെ നിയമങ്ങളെ കുറച്ച് തീവ്രമാക്കിയാൽ ഞങ്ങൾ ഹദീസുകളെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് സാധിക്കുന്നവരെന്ത് പറയും? ലൈഫ് ഞങ്ങൾ തൊടൂല, ലൈഫ് എന്ന് പറഞ്ഞാൽ വലിച്ചെറിയണം. ഇവരുടെ ഉദാഹരണം എന്താണെന്നറിയോ? ഭാര്യ വിളിച്ചു പറഞ്ഞ മോന് സുഖയില്ലാണ്. അപ്പോൾ മൂപ്പര് അപ്പം തന്നെ ഖബർ കുഴിക്കുന്ന ആളെ വിളിച്ച്, ഹലോ ഒരു ഖബർ കുഴിക്കണം, എൻ്റെ മോനിക്ക് സുഖയില്ലെന്നാണ്. അപ്പോൾ മോന് സുഖയില്ലെങ്കിൽ ഖബർ കുഴിക്കല്ലല്ലോ ചെയ്യാം. എന്താണ് അസുഖം എന്ന് അന്വേഷിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. രോഗം മൂർച്ഛിച്ച് മരിക്കാനായാലല്ലേ ഖബർ കുഴിക്കേണ്ടത്. അപ്പോൾ കള്ള ഹദീസ് വേറെ, ലൈഫായ ഹദീസുകൾ വേറെ. ലൈഫിനെ നമ്മൾ വളരെ നിർത്തേണ്ടടുത്ത് നിർത്തി. നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് എടുക്കൂല, വിശ്വാസത്തിലെ ശാഖാപരമായ കാര്യങ്ങൾക്ക് എടുക്കൂല, നമ്മളുടെ നിയമസംഹിതകൾക്ക് പോലും ഉപയോഗിക്കൂല. ഹലാൽ ഹറാമ് പറയാൻ ഇമാമുകൾ പറഞ്ഞു. എന്തെങ്കിലും സംഭവമോ ചരിത്രമോ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട അമലുകളുടെ മഹത്വമോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കൈയഴിച്ചുവിടും. ഹലാൽ ഹറാമാണെങ്കിൽ ഇദാകാന ഫിൽ ഹലാലി വൽ ഹറാമി ഷദ്ദദ്ന. ഹലാൽ ഹറാമിൻ്റെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇസ്ലാമിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ ശക്തിയാക്കും. പിന്നെ ഓരോന്ന് പരിശോധിക്കും. ഇദ്ദേഹത്തെ ആര് കണ്ടു, ഇദ്ദേഹത്തോട് ആര് പറഞ്ഞു, എങ്ങനെ പരിശോധിക്കും. അങ്ങനെ ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനത്തെ നടുവിൽ നിർത്തിയിട്ട് കള്ള ഹദീസുകളെയും സഹീഹിനെയും തമ്മിൽ വളരെ അകലത്തിൽ നിർത്തി ഒരു കള്ള ഹദീസിന് ചാടിക്കടന്ന് സഹീഹിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്നർത്ഥം. ഇനി ഞാൻ സനദ് പറഞ്ഞു, സനദുകളുടെ ആ ശൃംഖലയെക്കുറിച്ച് പറഞ്ഞു, എലാസ്റ്റിസിറ്റിയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഗതി വളരെ രോഗികളുടെ സ്ഥാനത്ത് നമ്മൾ നിർത്തുന്നതിന്, ആ രോഗം എന്താണെന്ന് പരിശോധിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അതിനെ വിധിവിലക്കുകളിലേക്ക് അടുപ്പിക്കുന്നില്ല. ആരോഗ്യത്തെ നമ്മൾ പ്രത്യേകം മാറ്റി നിർത്തി എന്ന് പറയുമ്പം ഹദീസുകളെ സംബന്ധിച്ച് അടുത്ത സംഗതി, ഹദീസുകളുടെ ടെക്സ്റ്റിൻ്റെ കൂടെ ഒരു തലമുറ എന്ത് ചെയ്തു എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. വെറും ടെക്സ്റ്റിനല്ല പിൻപറ്റുന്നത്. എൻ്റെ ഉപ്പാനെ പറ്റി നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി PhD ചെയ്താലും എന്നെക്കാൾ എൻ്റെ ഉപ്പാനെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ PhD ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ഉപ്പാനെ പറ്റി പുസ്തകമൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ എൻ്റെ ഉപ്പാനെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഉപ്പാനെ പറ്റി അറിയാം. ലോകത്ത് ഏത് PhD ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ ഉപ്പാനെ പറ്റി എന്നെക്കാൾ അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് ടെക്സ്റ്റ് കൊണ്ടുവന്നാലും ശരി, ഇമാം അബൂ ഹനീഫ താബിഈയാണ്. അദ്ദേഹം നോക്കും, ഇബ്രാഹിമുൻ നഖൈക്ക് അത് അറിയോ, ഇറാഖിൽ ഒരു തലമുറക്ക് അത് അറിയോ, മദീനയിൽ ഒരു തലമുറക്ക് അത് അറിയോ എന്ന് പരിശോധിക്കും. അഥവാ ഈ ഹദീസുകളെ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി, തിയറിയോടൊപ്പം പ്രാക്ടിക്കൽ അതിന് പിന്തുണ നൽകുന്നുണ്ടോ, പ്രാക്ടിക്കൽ രൂപം അതിനുണ്ടോ എന്ന് കൂടെ നോക്കുന്നുണ്ട്. അഥവാ ഹദീസിൻ്റെ ടെക്സ്റ്റുകൾക്ക് പുറമെ അതിനെ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ നിയമനിർമ്മാണവും അതുപോലെ തന്നെ ഹദീസുകൾ ഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇമാം തിർമിദി ഹദീസ് ഗ്രന്ഥങ്ങൾ ശേഖരിച്ചുകൊണ്ട് പറഞ്ഞു, 2 ഹദീസുകൾ ഇതിൽ നിങ്ങൾ സൂക്ഷിക്കണം. അത് ലോകത്താരും പ്രാവർത്തികമാക്കിയിട്ടില്ല. മദ്യപാനിക്ക് ശിക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 5ാമത്തെ തവണ കൊന്നുകളയണമെന്നൊരു പദം വന്നിട്ടുണ്ട്, പക്ഷെ ലോകത്താരും പ്രാവർത്തികമാക്കാത്തത് കൊണ്ട് നിങ്ങളതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഒരു കാരണവും ഇല്ലാതെ വെറുതെ ജമ്മ് ചെയ്തു എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട്. 2 നിസ്കാരങ്ങൾ വെറുതെ, രോഗമോ ഭയമോ മഴയോ അല്ലെങ്കിൽ യാത്രയോ ഒരു കാരണവും ഇല്ലാതെ വെറുതെ ജമ്മ് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ലോകത്താരും അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന കാര്യം നിങ്ങൾ സൂക്ഷിക്കണം. അതായത് ലോകത്താരും ഒരു തലമുറയിൽപ്പെട്ട ഒരാളും പ്രാവർത്തികമാക്കാത്തത് കൊണ്ട്, അപ്പോൾ ആ ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാമെന്നല്ല പറഞ്ഞത്, മറിച്ച് ആ ടെക്സ്റ്റ് ഉണ്ട്, സൂക്ഷിക്കണം. ആരും അത് പ്രവർത്തിക്കാത്തത് കൊണ്ട് നമുക്കറിയാത്ത എന്തോ ഒരു അർത്ഥം, അല്ലെങ്കിൽ ആ സമയത്ത് സവിശേഷമായ വേറെന്തോ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നർത്ഥം, അത് ഈ ടെക്സ്റ്റിൽ വരാത്തത് കൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇമാം തിർമിദി റഹിമഹുല്ല പറഞ്ഞു ഫുഖഹാക്കളെ കുറിച്ച്, വഹും അഅലമു ബിമആനിൽ ഹദീസ്,
ഹദീസുകളുടെ അർത്ഥം അവർക്കാണ് അറിയുന്നത്. ഇത് നിവേദനമാണ്, ഇത് മരുന്ന് കമ്പനിയാണ്, ഈ മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്, ഇത് എവിടെയാണെന്ന് നോക്കുന്നു. ഇതിൻ്റെ നിയമം എന്താണ്, ഇതിൻ്റെ അർത്ഥം അറിയുന്നത് ഫുഖഹാക്കൾക്കാണ്. ഈ ഫുഖഹാക്കൾ 2-3 തലമുറകളുടെ പ്രാവർത്തിക രൂപം നോക്കുന്നുണ്ട്. ഇമാം അബൂദാവൂദ് അദ്ദേഹം മക്കക്കാർക്ക് എഴുതിയ ഒരു കത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ഹദീസ് പുസ്തകത്തെക്കുറിച്ച്. അപ്പം ഹദീസ് ക്രോഡീകരണത്തിൻ്റെ 2 ഘട്ടങ്ങളിൽ, ആദ്യത്തെ ഘട്ടം ക്രിസ്ത്യാനികളുടെയൊക്കെ വേദഗ്രന്ഥങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ ദൈവിക വചനവും പ്രവാചക വചനവും അപ്പോസ്തലന്മാരുടെ വചനവും ചരിത്രം എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണുള്ളത്. ഇതേപോലെ ഹദീസ് നിവേദകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനവും സഹാബികളുടെ വചനവും താബിഈങ്ങളുടെ ഫത്വയൊക്കെ ഒന്നിച്ചാണ് ക്രോഡീകരിച്ചിരുന്നത്. അതായിരുന്നു ഹദീസ് ക്രോഡീകരണത്തിൻ്റെ ശൈലി. മുസന്നഫ് ഇബ്നു അബി ഷൈബയാകട്ടെ, മുവത്ത ഇമാം മാലിക് ആകട്ടെ, ആ രീതിയിലാണ് രചിച്ചിട്ടുള്ളത്. ക്രോഡീകരണത്തിലെല്ലാം വേർതിരിക്കണമല്ലോ. അള്ളാഹുവിൻ്റെ വചനം ഏതാണെന്ന് അത് പ്രത്യേകം അറിയണം. അത് ഖുർആനാണ്. അതിൽ മുസ്ലിമീങ്ങൾ അതിൽ അടിക്കുറിപ്പോ അല്ലെങ്കിൽ സൈഡ് നോട്ട്സ് എഴുതുന്നത് പോലും പേടിച്ചിരുന്നു. അതുമായി വേറൊന്നും കലരാതിരിക്കാൻ നമ്മൾ ഓതുമ്പോൾ നമുക്കൊരു നോട്ട് ഓർമ്മ വരില്ല, എന്തെങ്കിലും ഇത് നല്ല പോയിന്റ് ആണെന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പോയിന്റ് അതിൻ്റെ അർത്ഥം അതുപോലും എഴുതാൻ പേടിച്ചിരുന്നു, അള്ളാഹുവിൻ്റെ വചനങ്ങൾ വേറെ വചനങ്ങളുമായി കലരാതിരിക്കാൻ വേണ്ടി. അപ്പൊ ക്രോഡീകരണത്തിൻ്റെ സൂക്ഷിപ്പിന് വേണ്ടി അടുത്ത ഘട്ടത്തിൽ തീരുമാനിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ മാത്രമായിട്ട് ക്രോഡീകരിക്കണം. അങ്ങനെയാണ് ഇമാം ബുഖാരി ആ കാലഘട്ടം മുതൽ ഹദീസുകൾ മാത്രം, പ്രവാചക വചനങ്ങൾ മാത്രം ക്രോഡീകരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വന്ന ആ രീതിയിൽ ക്രോഡീകരിച്ച ഇമാം അബൂദാവൂദ് അദ്ദേഹം മക്കക്കാർക്ക് എഴുതാണ്, എനിക്ക് ഇഷ്ടം ആ പഴയ രീതിയാണ്. ഇദ്ദേഹം നബിവചനം മാത്രമേ ക്രോഡീകരിച്ചിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം മക്കക്കാർക്ക് എഴുതാണ്, റിസാലത്തു അബീ ദാവൂദ് ഇലാ അഹ്ലി മക്കയിൽ എഴുതാണ്, എനിക്കിഷ്ടം നേരത്തെ ഉണ്ടായിരുന്നത് പോലെ പ്രവാചക വചനങ്ങളോടൊപ്പം സഹാബികളുടെയും താബിഈങ്ങളുടെയും വാക്കും പ്രവർത്തികളും രേഖപ്പെടുത്തുന്നതാണ് എനിക്ക് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ ഹദീസുകളുടെ ദുർവ്യാഖ്യാനം തടയാൻ, തിയറിയോടൊപ്പം പ്രാക്ടിക്കൽ രൂപവും കൂടെ സൂക്ഷിക്കപ്പെടാൻ അത് സഹായിക്കും എന്ന രീതിയിൽ അതാണ് നല്ല രീതി എന്ന് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി പറയാം. അപ്പോൾ ക്രോഡീകരണത്തിന് നല്ലത് ഇതാണ്. എല്ലാം വേറെ വേറെ ആക്കാം. മനസ്സിലാക്കുമ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുമ്പം സഹാബികളുടെയും താബിഈങ്ങളുടെയൊക്കെ ചേരുമ്പം ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളെ ഒഴിവാക്കാനും കൃത്യമായിട്ട് ഹദീസുകളെ സംരക്ഷിക്കാനും പറ്റും. എന്ന് മാത്രമല്ല, നമുക്ക് പഠനത്തിനും ഗവേഷണത്തിനൊക്കെ ധൈര്യമുള്ളവരായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നൊരു ധൈര്യം എന്താണെന്നറിയോ, ഹദ്ദിസു അൻ ബനി ഇസ്രാഈല വലാ ഹറജ്. നിങ്ങൾ വേദക്കാരിൽ നിന്ന് പോലും ഉദ്ധരിച്ചോളൂ, ബൈബിൾ തോറ പണ്ഡിതന്മാരിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിച്ചോളൂ. നബിതങ്ങൾ അനുവദിക്കുകയാണ്, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, ഹദ്ദിസു അൻ ബനി ഇസ്രാഈല വലാ ഹറജ് ഫമൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ. പക്ഷേ എൻ്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നമുക്ക് ബൈബിളുകാരിൽ നിന്നും തോറക്കാരിൽ നിന്നൊക്കെ ഉദ്ധരിക്കാൻ നബി അനുവാദം തന്നത്? എന്താണ്? നേരത്തെ പറഞ്ഞ വിശ്വാസപരമായ കാര്യങ്ങൾ, ശാഖാപരം, അടിസ്ഥാനം, അതൊക്കെ നമ്മൾ മാറ്റിവെച്ചു. നമ്മളുടെ കർമ്മശാസ്ത്രം ഒക്കെ മാറ്റിവെച്ചു, ഹലാൽ ഹറാമുകളൊക്കെ മാറ്റിവെച്ചു. ബൈബിളിലൊരു കഥയുണ്ടെന്ന് കരുതുക. ഒരു കുട്ടി ഉമ്മയെ അനുസരിച്ചു, ആ കുട്ടിക്ക് ദൈവപ്രീതി കിട്ടി, ആ കുട്ടി സ്വർഗത്തിൽ പ്രവേശിച്ചു. നമുക്ക് യാതൊരു ഗുണവും ദോഷവുമില്ല ആ കഥ കൊണ്ട്. ഉമ്മാനനുസരിക്കാൻ നമ്മൾക്ക് ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. ഇപ്പം ഈ സംഭവത്തിൽ പറഞ്ഞത് എന്തേ ഉള്ളൂ, കുട്ടി ഉമ്മനനുസരിച്ചു, അപ്പോൾ അത് ഓൾറെഡി നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് അനുവദിക്കാൻ, അത് ഉദ്ധരിക്കാൻ അനുവാദം തരികയും പക്ഷെ എൻ്റെ പേരിൽ കളവ് പറയരുതെന്ന് അതിനോട് ചേർത്ത് പറയുകയും ചെയ്തു. അപ്പോൾ മുസ്ലിമീങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ച കാര്യത്തോട് യോജിക്കുന്നു, അതിനോട് എതിരാകുന്നില്ല, ഇങ്ങനെ ഇനം തിരിച്ചിട്ടുണ്ട്. അതായത് സാധാരണ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം നമ്മളുടെ അടുത്തുള്ള സംഭവങ്ങൾ. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ടു, ഇസ്മായിൽ അലൈഹി സ്വലാമിനെ അറക്കാൻ കൊണ്ടുപോയി. ഖുർആൻ പറയാണ് ഉപ്പയോടൊപ്പം ഓടി നടക്കാനുള്ള പ്രായമായപ്പോൾ. അപ്പോൾ അതിൽ നമുക്ക് കൊണ്ട് ഒരുപാട് പാഠം കിട്ടി. ഉപ്പനോടൊപ്പം കൈപിടിച്ച് നടക്കണമെന്നും അതുപോലെ തന്നെ ഉപ്പാക്ക് എത്ര സ്നേഹം ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് കിട്ടി. 7 വയസ്സായാൽ 10 വയസ്സായാലെന്ന് പറഞ്ഞാൽ ആ ഒരു ഗുണപാഠം കിട്ടൂലായിരുന്നു. അപ്പം ബൈബിളിലോ മറ്റു ഗ്രന്ഥങ്ങളിലോ അതിൻ്റെ പൂരകമായിട്ട് കാണുന്നു യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ അന്നത്തെ പ്രായം ഇത്രയായിരുന്നു എന്ന് കണ്ടാൽ നമ്മളടുത്ത് നിയമമുണ്ട്. പറഞ്ഞതിനോട് യോജിക്കുന്നു എന്ന് കരുതാം. യൂസുഫ് നബിയെ കണ്ടിട്ടെന്ന് ഖുർആൻ പറയുന്നു. കിണറ്റിലിട്ടതായിട്ട് വേദക്കാർ പറയുന്നെങ്കിൽ നമ്മളതിൽ വിശ്വസിക്കുന്നു. കിണറ്റിലിട്ടു എന്ന് നമ്മൾ പറയുമ്പം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളതിനെ നിഷേധിക്കുന്നു. എതിരാകുന്നുമില്ല, യോജിക്കുന്നുമില്ല. അതല്ലാതെ പൂരകമായി വരുന്നതാണെങ്കിൽ നമ്മളതിനെ വിശ്വസിക്കുന്നുമില്ല, നിഷേധിക്കുന്നുമില്ല. ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ സാധാരണ മനോരമ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നു, ഇതേപോലെ റിപ്പോർട്ടായിട്ട് അതിനെ പറയുന്നു. അതിന് യോജിക്കുന്നെങ്കിൽ എടുത്തോളൂ, അല്ലേ വേണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെയൊക്കെ വിഷ്വലൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ഇവിടെ ഒരു അലിക്കാക്ക ഉണ്ടായിരുന്നു എന്ന് കരുതുക, നല്ല സൽക്കർമ്മിയായ മനുഷ്യനാണ്. ഇവിടുത്തെ പള്ളി അദ്ദേഹം എടുത്തതാണ്, അദ്ദേഹമാണ് അപ്പുറത്തെ ഗ്രൗണ്ട് എടുത്തത്. ഇദ്ദേഹത്തെ പറ്റി നമുക്ക് ഒരുപാട് സംഭവം അറിയുന്ന കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എൻ്റെ മോളെ കല്യാണത്തിന് അദ്ദേഹം 5000 രൂപ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും അറിയാം അലിക്കാക്ക നല്ല മനുഷ്യനായിരുന്നു,
നല്ല ഹാജിയാരായിരുന്നു, ഒരുപാട് ദാനധർമ്മം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സംഭവം നമ്മൾ പറയൂലേ. നേരെ മറിച്ച് ഒരു വ്യക്തി പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല അലിക്കാക്ക, അദ്ദേഹത്തിന് വേറെ രഹസ്യബന്ധം, നമ്മൾ പോയി പണി നോക്കാൻ പറയും. നമ്മളൊരിത് തെറ്റായ സംഭവമാണെന്ന് പറയും. കാരണം എന്താ, നമുക്കറിയുന്നൊരു സംഗതിയുണ്ട്, അതിനോട് ഇത് യോജിക്കുന്നു. അപ്പം നമ്മളത് റിപ്പോർട്ട് എന്ന രീതിയിൽ അതിനെ സ്വീകരിച്ചു, ഒരു റിപ്പോർട്ടായിട്ട് കണ്ടു. നമ്മൾ നിയമത്തിൻ്റെ പരിസരത്തേക്ക് ഇതിനെ അടുപ്പിക്കില്ല ഇങ്ങനത്തെ റിപ്പോർട്ടുകളെ. അതിന് നമുക്ക് പ്രമാണങ്ങൾ വേണം. നേരെ മറിച്ച് സമയം അവസാനിച്ചു. നേരെ മറിച്ച് യോജിക്കാത്തതാണ് വന്നതെങ്കിൽ നമ്മൾ അവിടെ അതിനെ സൂക്ഷിക്കും. ഈ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലാണ് ഹദീസുകളെ സംരക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ഹദീസ് നിഷേധകരെന്ന് പറയുമ്പോൾ നമ്മളുടെ പഴയ കാലത്തുണ്ട് നല്ലാം, അബൂ ജാഫർ ഇസ്കാഫിയെ പോലുള്ളവർ. പിന്നെ ഇവിടുത്തെ സാഹചര്യം പറയുമ്പോൾ ചേകനൊരു വെറും കോപ്പിയാണ്. ഇന്ന് ന്യൂഡിൽസ് പാക്കറ്റ് പോലെ 1 മിനിറ്റ് കൊണ്ട് വറുത്തെടുക്കാവുന്ന ആശയമാണ് ഹദീസ് നിഷേധം. ഏതെങ്കിലും ഒരാൾ ഈമാൻ വിൽക്കാൻ തീരുമാനിച്ചാൽ മതി, ഒരാൾ ദീനില്ലാതാകാൻ തീരുമാനിച്ചാൽ മതി. അപ്പം നമുക്കതിനുള്ള മറുമരുന്ന് അറബിയിൽ ആദ്യമേ തയ്യാറാണ്. നമുക്കത് ഭീഷണിയല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ചില ഹദീസ് നിഷേധികളെക്കുറിച്ച് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. സ്വഭാവ പരിശുദ്ധിയില്ല. എനിക്കറിയായിരിക്കും, ആ വ്യക്തികളുടെ പേര് പറഞ്ഞ സദസ്സ് മലീമസാക്കണ്ടല്ലോ. വൈജ്ഞാനിക സത്യസന്ധതയില്ല, ആശയപരമായിട്ട് അറിവില്ല. ഞാൻ പേര് പറയുന്നുണ്ട്, ഇന്നത്തെ ഒരു ഹദീസ് നിഷേധി, ഖുർആൻ അകം ഇരുൾ എഴുതിയ വ്യക്തി, ഒരു യുക്തിവാദിയായിട്ട് പോഡ്കാസ്റ്റ് നടത്താണ്, ചർച്ച നടത്താണ്. അയാളുടെ രണ്ടാളുടെ പ്രശ്നം എന്താണെന്നറിയോ? 6 ലക്ഷം ഹദീസ് ഉണ്ടായിരുന്നു, ഇപ്പം 50,000 മാത്രമേ കാണുന്നുള്ളൂ. അതായത് 90% കാണാനില്ലെന്നുള്ളതാണ് പ്രശ്നം. ഇവർക്ക് ഹദീസ് എന്ന് എന്തിനാണ് പറയാന്ന് പോലും അറിയില്ല. നമ്മൾ 5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം എന്ന് പറഞ്ഞപ്പം ചെയിനാണ് എണ്ണിയത്, ടെക്സ്റ്റ് അല്ല എണ്ണിയത്, ചെയിനിൻ്റെ എണ്ണാണ് പറഞ്ഞത്. ഇന്നമൽ അമാലു ബിൻ നിയാത്ത് എന്ന് പറയുന്ന ബുഖാരിയിൽ 1-ാമത്തെ ഹദീസ് നമുക്ക് ഒരു ഹദീസാണ്. ഇമാം ബുഖാരിക്ക് അത് 300 ഹദീസാണ്. കാരണം അതിൻ്റെ 4-ാമത്തെ നിവേദകൻ മുതൽ 300-ലധികം അല്ലെങ്കിൽ 500-ഓളം നിവേദകർ അതിലുള്ളത് കൊണ്ട് ഇമാം ബുഖാരി ആ ഹദീസിനെ 500 എണ്ണ. കാരണം അതിന് 500 അദ്ദേഹം പഠിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ പേരും പഠിക്കുന്നുണ്ട്. നമുക്കതിലെ പേര് അറിയാത്തത് കൊണ്ട്, നമ്മൾ ടെക്സ്റ്റ് മാത്രം എണ്ണുന്നത് കൊണ്ട് നമ്മൾ അതിനെ ഒന്നായിട്ട് എണ്ണുന്നത്. ഇപ്പം ഇന്ന് 50,000 ഉണ്ട് അല്ലെങ്കിൽ 60,000 ഉണ്ടെന്ന് അവർ എണ്ണിയല്ലോ, അത് ടെക്സ്റ്റാണ്. 3 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം നമ്മൾ പറഞ്ഞത് ചെയിനാണ്. അപ്പം ഇതിൻ്റെ ചെയിൻ എങ്ങനെ എണ്ണും, ടെക്സ്റ്റ് എങ്ങനെ എണ്ണും എന്നറിയാത്തവരാണ് ഇരുന്ന് ഇൻ്റർനെറ്റിൽ വന്നിട്ട്. നേരത്തെ ഇദ്ദേഹം അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ കുട്ടികൾ പോയി പങ്കെടുത്തവർക്ക് പഠിച്ചോനെ 5.5 ലക്ഷം ഹദീസ് കാണാനില്ലേ. സംഭവം എന്താണ്? നമ്മൾ പറഞ്ഞത് ചെയിനാണ്, ഇവരെണ്ണിയത് ടെക്സ്റ്റാണ്. ഇത്രയും ഈ വിഷയത്തിൽ അറിവില്ലാത്ത ആളുകളായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹദീസുകൾ കൃത്യമായിട്ട് സുരക്ഷിതമായിരിക്കും. അതിൻ്റെ ശാസ്ത്രീയമായ വശം വിവരിച്ചു കഴിഞ്ഞു. അല്ലാഹു തആല ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും മുസ്ലിം ഉമ്മത്തിനെ ഈ ആശയങ്ങളിലേക്ക് എത്തിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനെ സംഘടിപ്പിച്ച ഇത്തിഹാദുൽ ഉലമാക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അല്ലാഹു തആല അവർക്ക് ഇനിയും കൂടുതൽ ദീനിൻ്റെ വഴിയിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.